യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അഭിഭാഷകരുടെയും മുഴുവൻ വാദങ്ങളും തള്ളിയ ശേഷമാണ് ചില നിർണായക നിരീക്ഷണങ്ങൾ നടത്തി കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെക്കുറിച്ചാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ അക്രമ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്നത്. ആ സമരം തന്നെ ഒരു നിയമവിരുദ്ധമായ സംഘം ചേരലാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതിന് തെളിവായി അല്ലെങ്കിൽ കാരണമായി കോടതി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിൽ കൊണ്ടുവന്ന പട്ടിക കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഇതിന് തെളിവാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഇത്തരം ആയുധങ്ങൾ, മാരകായുധങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നടത്തുന്ന സമരങ്ങളെ എങ്ങനെയാണ് ജനാധിപത്യ സമരങ്ങളെന്ന് വിളിക്കുക എന്ന് കൂടി കോടതി ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പഴയ വോയിസ് ക്ലിപ്പ് വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. താൻ അറസ്റ്റിലായാൽ എന്താണ് തൻ്റെ പ്രതികരണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വളരെ നേരത്തെ പ്രവചിച്ച ഒരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പിന്റെ ശബ്ദരേഖ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളുകളിലും ഇവർ വിളിച്ചാലോ മറ്റാരെങ്കിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് നെഞ്ചുറപ്പോടുകൂടി പറയും. നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് കഴിയുന്ന ആർജവം ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എനിക്ക് തന്നിട്ട്, താൻ അറസ്റ്റിലായാൽ തനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഇന്ന് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ശേഷം വലിയ നാടകങ്ങൾക്കാണ് കോടതി വേദിയായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ പറഞ്ഞത് രാഹുലിന് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട് എന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഇവർ പല മെഡിക്കൽ റെക്കോർഡുകളും ഹാജരാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് മറ്റൊരു പ്രതിക്കും ലഭിക്കാത്ത ചില പ്രിവിലേജുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു. 2 തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഒരു തവണ SP ഫോർട്ട് ആശുപത്രിയിൽ, മറ്റൊരു തവണ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ. ഇരു പരിശോധനകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് നിസ്സംശയം തെളിഞ്ഞതിനെ തുടർന്നാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തത്. അതോടൊപ്പം പ്രോസിക്യൂഷൻ കോടതിയിൽ ചില നിർണായകമായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അയാൾ പുറത്തു പോയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അക്രമത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. അതോടൊപ്പം കോടതിയിൽ അറിയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സമരം കൂടിയായിരുന്നു ഇത് എന്നതാണ്. 50,000-ലേറെ രൂപയുടെ നാശനഷ്ടമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാക്കിയത്. അതിൽ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, പോലീസിന്റെ വാഹനം ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ പുറത്തുവിടുന്നത് മോശം സന്ദേശം നൽകും എന്നൊരു വാദം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞുമാണ് കോടതി ഇപ്പോൾ ഈ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കുള്ള റിമാൻഡാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കുരുക്ക് കൂടുതൽ മുറുകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ 3 കേസുകളാണ് ഈ ഒരൊറ്റ സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ 3 കേസുകൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടതായി വരും. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന വ്യാജ ID കാർഡ് കേസും ഈ അവസരത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കഷ്ടകാലമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.